ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. മുന്നണികൾ കാഹളം മുഴക്കി കഴിഞ്ഞു. സീറ്റ് വിഭജന ചർച്ചകളും സജീവമാണ്. കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന ബി.ജെ.പി. അധികാരം നിലനിർത്താൻ ഇക്കുറി മുണ്ടുമുറുക്കി ഇറങ്ങി കഴിഞ്ഞു. അതിന്റെ ഭാഗമായി കേന്ദ്ര ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 1-നാണ് ധനമന്ത്രി പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുക. സമൂഹത്തിലെ 5 പ്രധാന വിഭാഗങ്ങൾ സ്ത്രീകൾ, ദരിദ്രർ, യുവജനങ്ങൾ, കർഷകർ, ആദിവാസികൾ എന്നിവർക്കുള്ള ക്ഷേമ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാവും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റ്. ബി.ജെ.പി. നേതൃത്വത്തിലുള്ള എൻ.ഡി.എ ലക്ഷ്യമിടുന്നതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമഗ്ര വളർച്ചയെന്ന വാഗ്ദാനത്തിന്റെ പിൻബലത്തിൽ തുടർച്ചയായ 3-ാം തവണയും അധികാരത്തിലെത്തുന്നതിന്റെ വിത്തുപാകുകയാവും ബജറ്റിന്റെ ഉദ്ദേശം. അതനുസരിച്ച് സമൂഹത്തിലെ ഈ 5 പ്രധാന വിഭാഗങ്ങൾക്കുമായി നിലവിലുള്ള പദ്ധതികൾക്കുള്ള വിഹിതം മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. കൂടാതെ ഈ മേഖലകളെ പരിഗണിച്ചുകൊണ്ട് പുതിയ സ്കീമുകൾ പ്രഖ്യാപിക്കണമെന്നും കേന്ദ്ര സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നു. ഇതിനെ സാധൂകരിക്കുന്ന ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ സാമ്പത്തിക വർഷം ഇതുവരെ വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന 2 വകുപ്പുകൾക്കായി കേന്ദ്രം 1.12 ലക്ഷം കോടി രൂപ അനുവദിച്ചു. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന മോദിയുടെ കാഴ്ചപ്പാട് കൂടി പരിഗണിച്ചാവും ഫെബ്രുവരി 1-ന് നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനം. ഇതിൽ സ്ത്രീകളുടെ ക്ഷേമമായിരിക്കും പ്രധാന പരിഗണന. മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരായിരുന്നു കേന്ദ്ര ബിന്ദു എന്നത് ശ്രദ്ധേയമായതാണ്. ഇതിനു പുറമെ ആദിവാസികളുടെ ക്ഷേമത്തിനായി പദ്ധതികൾ നടപ്പാക്കുന്ന ആദിവാസി വികസന മന്ത്രാലയത്തിന് 2023-24 കേന്ദ്രം നൽകി വന്നിരുന്ന വിഹിതം കുത്തനെ ഉയർത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇടം നേടുമെന്നാണ് പ്രതീക്ഷ. ഏകദേശം 71% വിഹിതമാണ് അധികമായി ഇക്കുറി അനുവദിച്ചത്.